ആദ്യമൊക്കെ ഒരു 15,000 വാങ്ങി, 1-ാം തീയതി തരാമെന്ന് പറഞ്ഞു. 30-ാം തീയതി തന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് കൊടുത്തു. ഏത്? ഈ 15,000. രണ്ടാമത്തെ ഘട്ടം കടം വാങ്ങി 25 വാങ്ങിയത്. 25-ാം തീയതി തരാമെന്നും പറഞ്ഞു. 25-ാം തീയതി കൊണ്ടേ കൊടുത്തു, 25 കൊടുത്തു. മൂന്നാമത് വാങ്ങിയത് 5 ലക്ഷം. അപ്പോൾ ഇക്ക് പിന്നവനില്ല. ഇങ്ങനെയുണ്ട് കുറേ വിളവന്മാർ. ആദ്യം നമ്മളെ വിശ്വാസം പിടിച്ചു പറ്റും. എന്താല്ലേ മൂപ്പര്, ഞാൻ 1-ാം തീയതി തന്നാൽ മതി ഇത് പറഞ്ഞതാ, പക്ഷേ 30-ാം തീയതി ആയപ്പോൾക്ക് മൂപ്പർക്ക് ഉറക്ക് കിട്ടിയിട്ടില്ല. എന്നെ വിളിച്ചു, ഇതട്ടോ പൈസ റെഡി ആട്ടോ, ഗൂഗിൾ പേ എത്ര അല്ലെങ്കിൽ ആപ്പിൾ പേ എത്ര അയക്കട്ടോ. എന്ത് കൃത്യമല്ലേ. എനിക്ക് അയാളെ പറ്റി ഞാൻ മാർക്കിട്ടു 100 മാർക്ക്. പിന്നെ അടുത്ത വീണ്ടും അയാൾ കടം ചോദിച്ചു. അപ്പോൾ സംഖ്യ ഒന്നുകൂടി കൂട്ടി 25. നേരിയൊരു പേടി എനിക്കുണ്ടായിരുന്നു, 25 ആകുമ്പോൾ തരുമോ? ഒരു പ്രശ്നമല്ല. മൂപ്പര് 25-ാം തീയതി പറഞ്ഞത്. പിന്നെ 24-ാം തീയതി ഒന്നും വിളിച്ചില്ല, 25-ാം തീയതി കൃത്യമായിട്ട് തന്നു. ആള് ശുദ്ധനാ. പിന്നെ വാങ്ങിയത് 5 വിചാരിച്ചു കൊടുക്കാമല്ലോ, ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ, കാരണം ഇതിപ്പോൾ വലിയ കൂലിട്ടുന്ന സംഗതിയല്ലേ. പിന്നെ വൈക്കില്ല. പിന്നെ ഫോൺ വിളിച്ച ഫോൺ ഓഫ്, സ്വിച്ച് ഓഫ്. പിന്നെ അയാൾ ഒരു വൈക്കും കാണാനില്ല. പിന്നെ അയാൾ എവിടെ തെരഞ്ഞാലും കാണാനില്ല. അങ്ങനെ അയാളോട് ഇനി അഥവാ കിട്ടിയാലോ നേരത്തെ പറഞ്ഞ എല്ലാ നുണയും പറയും. കണ്ടോ, ഇതാ ഹദ്ദത കദബ, അവൻ സംസാരിക്കും, നുണ പറയും. വാഴ, അവൻ പല വാഗ്ദത്തങ്ങൾ മാറ്റി 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 പറയും. ഫാഖലഫ, അതൊക്കെ ലംഘിക്കും.